Hello, good morning. Today we are going to discuss another topic, management of Kerala State Cooperative Bank Limited. Kerala State Cooperative Bank Limitedന്റെ മാനേജ്മെൻ്റ് ആണ്. പ്രീവിയസ് ക്ലാസ്സിൽ കേരള സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ബാങ്ക് ലിമിറ്റഡിൻ്റെ ഇൻട്രൊഡക്ഷൻ, ദെൻ ഒബ്ജക്റ്റ്, ദെൻ മെമ്പർഷിപ്പ് ആൻഡ് ഫണ്ട്, ഇത്രയും പാർട്ട് ഡിസ്കസ് ചെയ്തതാണ്. ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് മാനേജ്മെൻ്റ് ആണ്. നോക്കാം. മാനേജ്മെൻറ്റ്. The operations of the bank is managed by the following bodies. കേരള സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ബാങ്ക് ലിമിറ്റഡിൻ്റെ ഓപ്പറേഷൻസ് മാനേജ് ചെയ്യുന്നത് താഴെ പറയുന്ന 4 ബോഡീസാണ്. ഫസ്റ്റ് വൺ ജനറൽ ബോഡി, സെക്കൻഡ് ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ്, ദെൻ തേർഡ് എക്സിക്യൂട്ടീവ് കമ്മിറ്റി ആൻഡ് 4 അഡ്മിനിസ്ട്രേറ്റീവ് ബോഡീസ്. ഇത്രയും ഉൾക്കൊള്ളുന്ന ഈ 4 ബോഡീസാണ് കേരള സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ബാങ്ക് ലിമിറ്റഡിൻ്റെ ഓപ്പറേഷൻസ് മാനേജ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഓരോ ഹെഡിനും താഴെ വരുന്നത്, അതല്ലെങ്കിൽ ഓരോ ബോഡീസിൻ്റെയും ജോലി എന്താണ്, അതിനകത്ത് വരുന്ന ആളുകൾ ആരൊക്കെയാണ് എന്നുള്ളതാണ് നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് ഡിസ്കസ് ചെയ്യാനുള്ളത്. നോക്കാം. ഫസ്റ്റ് വൺ ജനറൽ ബോഡി. സോ ദ ജനറൽ ബോഡി ഈസ് ദ സുപ്രീം അതോറിറ്റി. കേരള സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ബാങ്ക് ലിമിറ്റഡിൻ്റെ സുപ്രീം അതോറിറ്റി എന്ന് പറയുന്നത് അതിൻ്റെ ജനറൽ ബോഡിയാണ്. ഇറ്റ് ഇൻക്ലൂഡ്, ഈ ജനറൽ ബോഡിയിൽ ആരൊക്കെ വരുന്നു? ദ ഡയറക്ടേഴ്സ് ഓഫ് ഡിസ്ട്രിക്ട് കോപ്പറേറ്റീവ് ബാങ്ക്സ്. ഡിസ്ട്രിക്ട് കോപ്പറേറ്റീവ് ബാങ്കിൻ്റെ ഡയറക്ടേഴ്സ് വരും. എക്സ് ഒഫീഷ്യോ ഡയറക്ടേഴ്സ്, ദെൻ ഡയറക്ടേഴ്സ് നോമിനേറ്റഡ് ബൈ ദ ഗവൺമെൻറ്. ഗവൺമെൻറ് നോമിനേറ്റ് ചെയ്യപ്പെടുന്ന ഡയറക്ടേഴ്സ്, എക്സ് ഒഫീഷ്യോ ഡയറക്ടേഴ്സ്, ദെൻ ഡിസ്ട്രിക്ട് കോപ്പറേറ്റീവ് ബാങ്കിൻ്റെ ഡയറക്ടേഴ്സ്. ഇവർ ഉൾക്കൊള്ളുന്നതാണ് ജനറൽ ബോഡി എന്ന് പറയുന്നത്. ഈ ജനറൽ ബോഡിയാണ് കേരള സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ബാങ്ക് ലിമിറ്റഡിൻ്റെ സുപ്രീം അതോറിറ്റി. ദെൻ സെക്കൻഡ് ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് ആണ്. ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിൻ്റെ ജോലി എന്ന് പറയുന്നത് സോ ടു കൺട്രോൾ ദ ഡേ ടു ഡേ ഓപ്പറേഷൻ. ബാങ്കിൻ്റെ ഡേ ടു ഡേ ഓപ്പറേഷൻസ് അല്ലെങ്കിൽ ഡേ ടു ഡേ മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത് ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിൻ്റെ ജോലിയാണ്. നോക്കാം. ദ ഡേ ടു ഡേ മാനേജ്മെൻറ്റ് ഓഫ് ദ ബാങ്ക് ഷാൾ ബി കൺട്രോൾഡ് വിത്ത് 22 മെമ്പേഴ്സ് ഡയറക്ടർ ബോർഡ്. കേരള സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ബാങ്കിൻ്റെ ഡേ ടു ഡേ ഓപ്പറേഷൻസ് മാനേജ് ചെയ്യുന്നത് അതിനകത്ത് വരുന്ന 22 മെമ്പേഴ്സ് ഡയറക്ടർ ബോർഡാണ്. 22 അംഗങ്ങൾ ഉൾക്കൊള്ളുന്ന ഒരു ഡയറക്ടർ ബോർഡുണ്ട്. ഈ ഡയറക്ടർ ബോർഡാണ് ബാങ്കിൻ്റെ ഡേ ടു ഡേ ഓപ്പറേഷൻസ് എല്ലാം നോക്കി നടത്തുന്നത്. ഇറ്റ് ഇൻക്ലൂഡ്, ഇതിനകത്ത് ആരൊക്കെ വരുന്നു? ദ രജിസ്ട്രാർ ഓഫ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ്, ദ മാനേജിംഗ് ഡയറക്ടർ ഓഫ് ദ ബാങ്ക്, 4 സ്റ്റേറ്റ് ഗവൺമെൻറ് നോമിനീസ് ആൻഡ് റെപ്രസെൻറ്റേറ്റീവ്സ് ഓഫ് ഡിസ്ട്രിക്ട് കോപ്പറേറ്റീവ് ബാങ്ക്സ്. ഇവർ ഉൾക്കൊള്ളുന്നതാണ് ഇതിൻ്റെ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് എന്ന് പറയുന്നത്. ഫസ്റ്റ് വൺ ദ രജിസ്ട്രാർ ഓഫ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ്, കോപ്പറേറ്റീവ് സൊസൈറ്റീസിൻ്റെ രജിസ്ട്രാർ. ദെൻ സെക്കൻഡ് ദ മാനേജിംഗ് ഡയറക്ടർ ഓഫ് ദ ബാങ്ക്, ബാങ്കിൻ്റെ കേരള സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ബാങ്ക് ലിമിറ്റഡിൻ്റെ MD. ദെൻ ഫോർത്ത് 4 സ്റ്റേറ്റ് ഗവൺമെൻറ് നോമിനീസ്, സ്റ്റേറ്റ് ഗവൺമെൻറ്റിൻ്റെ 4 നോമിനികൾ ഉണ്ടായിരിക്കും. ദെൻ റെപ്രസെൻറ്റേറ്റീവ്സ് ഓഫ് ഡിസ്ട്രിക്ട് കോപ്പറേറ്റീവ് ബാങ്ക്, ഡിസ്ട്രിക്ട് കോപ്പറേറ്റീവ് ബാങ്കിൻ്റെ റെപ്രസെൻറ്റേറ്റീവ്സും ഉണ്ടായിരിക്കും. ഇവർ ഉൾക്കൊള്ളുന്നതാണ് ഇതിൻ്റെ ഡേ ടു ഡേ ഓപ്പറേഷൻസ് മാനേജ് ചെയ്യുന്ന ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ്. ദെൻ തേർഡ് എക്സിക്യൂട്ടീവ് കമ്മിറ്റിയാണ്. എക്സിക്യൂട്ടീവ് കമ്മിറ്റി മെമ്പേഴ്സ് എക്സിക്യൂട്ട് ദ ഓപ്പറേഷൻസ് ഓഫ് ദ ബാങ്ക്. കേരള സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ബാങ്കിൻ്റെ ഓപ്പറേഷൻസ് എക്സിക്യൂട്ട് ചെയ്യുക എന്നുള്ളതാണ് എക്സിക്യൂട്ടീവ് മെമ്പേഴ്സിൻ്റെ ജോലി എന്ന് പറയുന്നത്. സോ ഇറ്റ് ഇൻക്ലൂഡ് 8 മെമ്പേഴ്സ്, 8 മെമ്പേഴ്സാണ് ഇതിനകത്ത് വരുന്നത്. ദ പ്രസിഡൻറ്റ്, വൈസ് പ്രസിഡൻറ്റ്, രജിസ്ട്രാർ ഓഫ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ്, മാനേജിംഗ് ഡയറക്ടർ, 4 ഡയറക്ടേഴ്സ് ഇലക്റ്റഡ് ഫ്രം എമംഗ് ദ മെമ്പേഴ്സ് ഓഫ് ദ ബോർഡ്. ഇവർ ഉൾക്കൊള്ളുന്നതാണ് ഇതിൻ്റെ എക്സിക്യൂട്ടീവ് കമ്മിറ്റി. ഒരു പ്രസിഡൻ്റ് ഉണ്ട്, വൈസ് പ്രസിഡൻ്റ് ഉണ്ട്, ദെൻ രജിസ്ട്രാർ ഓഫ് കോപ്പറേറ്റീവ് സൊസൈറ്റി, ദെൻ ബാങ്കിൻ്റെ MD ഉണ്ട്, മാനേജിംഗ് ഡയറക്ടർ, ദെൻ 4 ഡയറക്ടേഴ്സ് ഇലക്റ്റഡ് ഫ്രം എമംഗ് ദ ബോർഡ്. ഇവർ ഉൾക്കൊള്ളുന്നതാണ് ഇതിനകത്ത് വരുന്ന എക്സിക്യൂട്ടീവ് കമ്മിറ്റി എന്ന് പറയുന്നത്. ദെൻ ലാസ്റ്റ് അഡ്മിനിസ്ട്രേറ്റീവ് ബോഡീസാണ്. ഫോർ ഇഫക്റ്റീവ് ആൻഡ് പ്രോപ്പർ അഡ്മിനിസ്ട്രേഷൻ ദ വർക്ക്സ് ഓഫ് ദ ബാങ്ക് ഹെഡ് ഓഫീസ് ഹാസ് ബീൻ അസൈൻഡ് ടു 7 ഡിപ്പാർട്ട്മെൻറ്റ്. ഇഫക്റ്റീവായിട്ട് അതല്ലെങ്കിൽ പ്രോപ്പറായിട്ട് അഡ്മിനിസ്ട്രേഷൻ നടക്കുന്നതിന് വേണ്ടിയിട്ട് കേരള സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ബാങ്ക് ലിമിറ്റഡിൻ്റെ ഹെഡ് ഓഫീസിലെ പ്രവർത്തനങ്ങളെ 7 ഡിപ്പാർട്ട്മെൻറ്റുകളാക്കി തരംതിരിച്ചിട്ടുണ്ട്.
അപ്പോൾ അത് ഏറ്റവും എഫിഷ്യൻ്റായിട്ട് പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ട് പോകാൻ വേണ്ടിയിട്ടാണ്. ഇപ്പോൾ ഫിനാൻസ് ഡിപ്പാർട്ട്മെൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഡിപ്പാർട്ട്മെൻറ്റിനകത്ത് ഫിനാൻസുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ. അഡ്മിനിസ്ട്രേറ്റീവ് ഡിപ്പാർട്ട്മെൻറ്റ് എന്ന് പറയുമ്പോൾ അഡ്മിനിസ്ട്രേഷനുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ. ഇൻസ്പെക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റ് എന്ന് പറയുമ്പോൾ അവിടെ ഇൻസ്പെക്ഷനുമായി റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ. ഇങ്ങനെ പ്രവർത്തനങ്ങൾ ഏറ്റവും എഫിഷ്യൻ്റായിട്ടും പ്രോപ്പറായിട്ടും നടത്തിക്കൊണ്ട് പോകുന്നതിന് വേണ്ടിയിട്ട് കേരള സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് ബാങ്കിൻ്റെ ഹെഡ് ഓഫീസിൻ്റെ പ്രവർത്തനങ്ങളെ എന്ത് ചെയ്തു, 7 ഡിപ്പാർട്ട്മെൻറ്റുകളാക്കി തരംതിരിച്ചു. ആ 7 ഡിപ്പാർട്ട്മെൻറ്റുകളാണ് അഡ്മിനിസ്ട്രേറ്റീവ് ബോഡീസിനകത്ത് വരുന്നത്. സോ ദ ഡിപ്പാർട്ട്മെൻറ്റ്സ് ആർ, ഏതൊക്കെയാണ് ആ ഡിപ്പാർട്ട്മെൻറ്റ്സ് എന്ന് നോക്കാം. ഫസ്റ്റ് വൺ അഡ്മിനിസ്ട്രേറ്റീവ് ഡിപ്പാർട്ട്മെൻ്റ് ആണ്. സെക്കൻഡ് വൺ സെൻട്രൽ അക്കൗണ്ട് ഡിപ്പാർട്ട്മെൻറ്റ്. തേർഡ് ഓപ്പറേഷൻ ഡിപ്പാർട്ട്മെൻറ്റ്. ഫോർത്ത് ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് സ്പെഷ്യൽ സ്കീംസ് ആൻഡ് ഇൻഡസ്ട്രിയൽ ഫിനാൻസിങ്. ദെൻ ഫിഫ്ത്ത് ഇൻസ്പെക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റ്. ദെൻ സിക്സ്ത്ത് പ്ലാനിംഗ് ആൻഡ് അഗ്രികൾച്ചറൽ ഡിപ്പാർട്ട്മെൻറ്റ്. ദെൻ ലാസ്റ്റ് ജനറൽ ഡിപ്പാർട്ട്മെൻറ്റ്. അപ്പോൾ ഇത്രയും ഡിപ്പാർട്ട്മെൻറ്റുകളാക്കിയിട്ട് തരം തിരിച്ചുകൊണ്ടാണ് ഇതിൻ്റെ അഡ്മിനിസ്ട്രേഷൻ പ്രോസസ്സ് അതല്ലെങ്കിൽ അതിൻ്റെ പ്രവർത്തനങ്ങൾ ഏറ്റവും ഇഫക്റ്റീവായിട്ട് മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ഓക്കെ, ഡിപ്പാർട്ട്മെൻറ്റ്സ് ഒന്നും കൂടെ പറയാം. അഡ്മിനിസ്ട്രേറ്റീവ് ഡിപ്പാർട്ട്മെൻറ്റ്, സെൻട്രൽ അക്കൗണ്ട് ഡിപ്പാർട്ട്മെൻറ്റ്, ഓപ്പറേഷൻ ഡിപ്പാർട്ട്മെൻറ്റ്, ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് സ്പെഷ്യൽ സ്കീംസ് ആൻഡ് ഇൻഡസ്ട്രിയൽ ഫിനാൻസിങ്, ഇൻസ്പെക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റ്, പ്ലാനിംഗ് ആൻഡ് അഗ്രികൾച്ചറൽ ഡിപ്പാർട്ട്മെൻറ്റ് ആൻഡ് ലാസ്റ്റ് ജനറൽ ഡിപ്പാർട്ട്മെൻറ്റ്. അപ്പോൾ ഇത്രയും വരുന്നതാണ് കേരള സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് ബാങ്ക് ലിമിറ്റഡിൻ്റെ മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത്. സോ മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത് 4 ബോഡീസ് ആയിട്ടാണ് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. ജനറൽ ബോഡി ഉണ്ട്, ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് ഉണ്ട്, എക്സിക്യൂട്ടീവ് കമ്മിറ്റി ഉണ്ട്, ദെൻ ലാസ്റ്റ് അഡ്മിനിസ്ട്രേറ്റീവ് ബോഡീസുമുണ്ട്. ഓക്കെ, അപ്പോൾ ഇന്ന് നമ്മൾ ഇത്രയും കാര്യങ്ങളാണ് പറയുന്നത്. കേരള സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് ബാങ്ക് ലിമിറ്റഡിൻ്റെ ഫംഗ്ഷനാണ് നമുക്ക് അടുത്ത ക്ലാസ്സിൽ പറയാം. നെക്സ്റ്റ് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ പറയാം. ഓക്കെ, താങ്ക് യു.